ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു പച്ചടിയാണ്. എത്ര പേര് വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള പച്ചടി കഴിച്ചിട്ടുണ്ട്? നമ്മൾ ഒരുപാട് ടൈപ്സ് പച്ചടി കഴിച്ചിട്ടുണ്ട്. ബീട്രൂട്ടിന്റെയും പൈനാപ്പിളിന്റെയും അതുപോലെ വെള്ളരിക്ക കൊണ്ടും ഒരുപാട് പച്ചടികൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാകാം. പക്ഷേ വാഴപ്പിണ്ടി ഒരു വെറൈറ്റി പച്ചടി തന്നെയാണ്. അത് വളരെ ടേസ്റ്റിയുമാണ്, നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതുമാണ്. വാഴപ്പിണ്ടിയിൽ വളരെ അധികം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അത് ദഹനത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ കലോറി വളരെ കുറവുമാണ്. അപ്പോൾ നമുക്ക് വാഴപ്പിണ്ടി എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി അതിന്റെ പുറമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. അതിന്റെ നാരെല്ലാം കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞ് നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാം. വാഴപ്പിണ്ടി നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി സുലഭമായി ലഭിക്കുന്ന ഒന്നാണ്. പക്ഷേ സിറ്റികളിൽ താമസിക്കുന്നവർക്ക് അത് അത്രയും സുലഭമായി ലഭിക്കണമെന്നില്ല. ഓൺലൈനായിട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു പിണ്ടിയുടെ കഷ്ണം നമ്മൾ 65 68 എന്തോ രൂപയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിണ്ടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞു എടുക്കാം. അതിനുശേഷം ഗ്യാസിലേക്ക് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം പിണ്ടി നമുക്ക് അതിലേക്ക് ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വേണമെങ്കിൽ 2 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കറിയാം ഓൾറെഡി പിണ്ടിയിൽ വെള്ളം ഉള്ളതാണ്. ജലാംശം നന്നായി ഉള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണിത്. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ജീരകവും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്ത് വരുന്നതിന് ശേഷം അതിനിടയ്ക്ക് നമുക്കൊന്ന് നമ്മൾ വേവിക്കാൻ വെച്ച പിണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് വെന്ത് വരണം. പിണ്ടി നന്നായിട്ട് വെന്താൽ മാത്രമാണ് അതിന്റെ നല്ല സ്വാദ് നമുക്ക് ലഭിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ അങ്ങനെ പിണ്ടി വേവിച്ചെടുത്തിട്ടുണ്ട്. വെന്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ആ തേങ്ങയുടെ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് അതിന്റെ തേങ്ങയുടെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് അത് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് വേണ്ടത് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് തൈരാണ്. തൈര് നമുക്ക് ഒരു 1/2 കപ്പ് തൈര് പുളി അനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ തൈരിന് അത്ര പുളി കുറവായതുകൊണ്ട് 1/2 കപ്പ് തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ തീ അധികം കത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണോ 1/4 സ്പൂണോ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ആ ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ നന്നായിട്ട് ബാലൻസ് ആയി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. പൈനാപ്പിൾ പച്ചടിക്ക് അതുപോലെ ബീട്രൂട്ട് പച്ചടിക്കൊക്കെ ആ ഒരു മധുരവും കൂടെ വരുമ്പോഴാണ് അതിന്റെ യഥാർത്ഥമായ ആ ടേസ്റ്റ് വരുന്നത്. അപ്പൊ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ പിണ്ടി നമ്മൾ വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ഉപ്പ് ടെസ്റ്റ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ അഥവാ കുറവാണെങ്കിൽ നമുക്ക് രണ്ടാമത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം കുക്കിംഗ് ഇവിടെ 90% കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താളിച്ചിടുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് വെളിച്ചെണ്ണ മറ്റൊരു ചെറിയ പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടെ നന്നായിട്ട് ഒന്ന് വറുത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുത്ത് മൂപ്പിച്ച് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒറിജിനൽ വാഴപ്പിണ്ടി പച്ചടി റെഡി ആയിരിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ വീണ്ടും കാണും വരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ